തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ എസ് വിജയകുമാർ, ആർ ശ്രീജിത്ത്, ദീപക് ധർമ്മടം, തനേഷ് തമ്പി, നിഖിൽ പ്രമേഷ്, വിപിൻ സി വിജയൻ, അശ്വിൻ പാലാഴി എന്നിവർ, ഒപ്പം ശ്രീജിത്ത് ശ്രീകുമാരനും. ആദ്യം എസ് വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഇപ്പോൾ 35-ലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പോളിംഗ് ശതമാനം. അത് 2021 താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് കുറവ് എന്ന തരത്തിലേക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനത്തെ വിലയിരുത്തേണ്ടത്? അനുജ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോളിംഗിൽ ഏതാണ്ട് ഒരു 8% കുറവ് ഉച്ചവരെയുള്ള കണക്കിലുണ്ട്. അത് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, വലിയ വിഷയങ്ങൾ ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലം, അത്തരം പ്രത്യേകതകളുള്ള പാലക്കാട്ട് നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 2-3% കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഉച്ചവരെയുള്ള കണക്കുകൾ അത്തരമൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 49% ആളുകൾ ഈ സമയത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 38 അല്ലെങ്കിൽ 35-നും 40-നും ഇടയിലാണ്. ഒരു 36-37 വരെ വരുന്നുള്ളൂ എന്നത് ഏതാണ്ട് ഒരു 10% കുറവുണ്ട് എന്നതാണ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും, ഈ ഉപതെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും നമ്മളുടെ ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊതുചിത്രം. അതിൽ നഗരമേഖല ഏതാണ്ട് 35 എന്ന നിലയിൽ തുടരുകയാണ്. മാത്തൂർ പഞ്ചായത്തിലാണ് കുറച്ച് പോളിംഗ് ഉയർന്നിട്ടുള്ളത്. കണ്ണാടി പിരായിരിയിലൊന്നും കാര്യമായ മാറ്റമില്ല, അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ ഈ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുന്നതിൽ തുടക്കത്തിലുണ്ടായ ആവേശം പിന്നീടുള്ള മണിക്കൂറുകളിൽ കാണുന്നില്ല എന്നാണ് കരുതുന്നത്. പാലക്കാട്ടിൻ്റെ ഒരു പൊതുരീതി വൈകുന്നേരം കുറെ കൂടി സജീവമാകുകയാണ് പോളിംഗ് ബൂത്തുകൾ എന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം കുറെ കൂടി ബൂത്തുകളിലേക്ക് ആളുകൾ എത്തും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മൾ ഇതിനോടകം ഒരു ഓട്ടപ്രദർശനം നടത്തിയതാണ്. പല സമയങ്ങളിലായി ചില ബൂത്തുകളിൽ തിരക്കുണ്ട്, ചിലയിടത്ത് തീരെ ആളില്ല. ഇപ്പോൾ IMA ഹാള് ഇവിടെ നഗരത്തിൽ തന്നെയാണ്, അതൊരു പ്രധാനപ്പെട്ട ബൂത്താണ്. അവിടെ ആളുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടടുത്തൊരു ഐശ്വര്യ നഗർ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു അംഗനവാടി ബൂത്തിൽ അവിടെ ഒരു 50-60 പേര് എപ്പോഴും ബൂത്തിലുണ്ട്. ഇവിടെ മണപ്പള്ളിക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള സ്കൂളിൽ ഒരു LP സ്കൂളിലാണ്. ആ LP സ്കൂളിൽ സർക്കാർ സ്കൂളാണ്. അവിടെ 2 ബൂത്തിലും കുറേ ആളുകൾ എല്ലാ സമയത്തുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണ്. ഇവിടെയാണ് രാവിലെ ആ തടസ്സമുണ്ടായത്. വോട്ട് ചെയ്യാൻ എത്തിയ ആളുകൾ ഏതാണ്ട് ഒരു 40 മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു. VVPAT മെഷീനിലെ ബാറ്ററി തകരാറിലായി. പക്ഷേ ഇവിടെ ഇപ്പോഴും അത്യാവശ്യം ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വോട്ടെടുപ്പ് വളരെ സാവധാനമാണ് ഇവിടെ നടക്കുന്നത് എന്നവർ അറിയിക്കുകയായിരുന്നു. ഇവിടെ 2 ബൂത്താണുള്ളത്. ആ 2 ബൂത്തിലും അത്യാവശ്യം ക്യൂ ഉണ്ട്. ഇപ്പോഴും നഗരത്തിലെ 2 പ്രധാനപ്പെട്ട ബൂത്തുകളാണ്. ഇവിടെ അത്യാവശ്യം ക്യൂ ഉണ്ട്. ഏറ്റവും ഒടുവിലുള്ള വരുന്ന കണക്കുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല കുറവുണ്ട്. ഏതാണ്ട് ഒരു 8%-ൻ്റെയൊക്കെ കുറവ് 1 മണി വരെയുള്ള കണക്കുകളിൽ ഉണ്ട്. ഒരു പക്ഷേ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറേ അത്ഭുതപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായതാണ്. ഓരോ മണിക്കൂറുകളും പുതിയ പുതിയ വിഷയങ്ങൾ പാലക്കാട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിനിടെ ചർച്ചയായതാണ്. അപ്പോൾ എല്ലാ മുന്നണികളും പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയതാണ്. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയിൽ പല ബൂത്തുകളിലും ഇപ്പോൾ ബൂത്തിനോട് ചേർന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുകളിൽ അവരെപ്പോൾ ഇനിയും വരാത്ത അവരുടെ ഉറപ്പുള്ള വോട്ടുകൾ പരമാവധി എത്തിക്കുന്നതിന് വേണ്ടി ആളുകളെ വീടുകളിലേക്ക് അയച്ച് എന്തുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ വരുന്നില്ല എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ കുറെ കൂടി ഫലം കാണും എന്ന് കരുതാം. പക്ഷേ അപ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ല എന്ന ജനറൽ ഒരു പൊതു തത്വം പാലക്കാട്ട് നടപ്പാവുന്നുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. 75% മുകളിൽ 2021 രേഖപ്പെടുത്തിയതാണ്. അതിലൊരു 2% മുകളിലേക്ക് പോകാനാണ് സാധ്യത. അതിലൊട്ടും കുറയില്ല എന്നതാണ് ഇപ്പോഴും LDF-ൻ്റെയും UDF-ൻ്റെയും BJP-യുടെയും നേതാക്കളൊക്കെ പറയുന്നത്. നമ്മൾ എല്ലാവരുമായി സംസാരിച്ചപ്പോഴും നേരത്തെ ഡോക്ടർ സരിൻ പറഞ്ഞതുപോലെ 0.5 കൂടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാവരും. അതിൽ കൂടും, ഒട്ടും കുറയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴൊരു 40%-ത്തിനടുത്ത് വന്നിട്ടുണ്ടാകാം. അത് അതേ നിലയിൽ 1 മണിക്ക് ശേഷം 6 മണി വരെ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം 6 മണി വരെ നന്നായിട്ടത് പോളിംഗ് ഉയരുകയും അങ്ങനെ 75-76 വരും എന്നതാണ് പൊതുവെയൊക്കെ വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിലും ഒരു ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കാരണം എല്ലാ പാർട്ടികളുടെയും കേന്ദ്രങ്ങൾ, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കേന്ദ്രമെന്നല്ല പറയുന്നത്, എല്ലാ പാർട്ടികളുടെയും കേന്ദ്രങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ഈ ഒരു 11 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം പോളിംഗ് ഉയർന്നിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ഇപ്പോഴും 36-37 കിടക്കുന്നതേ ഉള്ളൂ. അത് നഗരത്തിലും പഞ്ചായത്തിലും. മാത്തൂർ പഞ്ചായത്തിലാണ് കുറച്ച് കൂടിയിട്ടുള്ളത്. കണ്ണാടി പിരായിരിയിലൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഈ പറയുന്നത് അതാരെ ബാധിക്കുമെന്നതൊക്കെ വലിയ ചോദ്യമാണ്. നമ്മൾ ഈ ചേലക്കരയിലും ഒക്കെ ഈ കണ്ടതാണ്. ചേലക്കരയിലൊക്കെ രാവിലെ
ഏതാണ്ട് ഒരു 2 മണി വരെ മികച്ച പോളിംഗ് ആയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് മന്ദഗതിയിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 3% കുറവ് അവിടെയും ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണോ നീങ്ങുന്നത്, അതോ ഉച്ചയ്ക്ക് ശേഷം കുറെ കൂടി സജീവമാകുമോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ നട്ടുച്ചയാണെങ്കിലും ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ വരികയും ചെയ്യുന്നുണ്ട് ബൂത്തിലേക്ക്. ഇവിടെയാണ് ഡോക്ടർ സരിൻ LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ എത്തേണ്ടത്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് കരുതാം. അദ്ദേഹം രാവിലെ ഇവിടെ വന്ന് ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ഇവിടെ കാത്തു നിന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ബൂത്തുകളിലേക്കൊക്കെ മടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് എത്തും, വോട്ട് രേഖപ്പെടുത്തും. പഞ്ചായത്ത് തലത്തിൽ ബൂത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ മറ്റു പ്രധാനപ്പെട്ട ബൂത്തുകളിലുമൊക്കെ അവർ സന്ദർശിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അനുജ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ 75-ന് മുകളിൽ ഒരു പോളിംഗ് ആണ്. ഉച്ചയ്ക്ക് ശേഷം അത് ഇപ്പോഴത്തേതിനേക്കാൾ കുറെ കൂടി സജീവമായി ആളുകൾ ബൂത്തിലേക്ക് എത്തും എന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കരുതുന്നത് പോലെ നമ്മൾ കരുതുകയാണ് അനുജ. അതാണ് ട്രൂ ലൈൻ സ്കൂളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അവിടെ ഇപ്പോഴും നല്ല ക്യൂ ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പോകുന്നത് ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത് ഉള്ളത് നൂറണി BES സ്കൂളിലാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ട്രൂ ലൈൻ സ്കൂളിൽ വലിയ ക്യൂ കാണുന്നുണ്ട്, എന്നാൽ ശ്രീജിത്ത് നിൽക്കുന്നിടത്ത് അത്ര വലിയൊരു ക്യൂ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പൊതുവേ ഗ്രാമീണ മേഖലകളിലാണ് ഇപ്പോൾ ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക്, എന്നാൽ നഗരമേഖലകളിൽ രാവിലെ അത് ഉണ്ടായിരുന്നു, പിന്നീട് അത് മന്ദഗതിയിലേക്ക് പോകുന്ന കാഴ്ച. ശ്രീജിത്തിന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? അനുജ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ 1 മണിയാകുമ്പോൾ ഏതാണ്ട് 40% താഴെ എത്തുകയായിരുന്നു പോളിംഗ്. ഞാൻ നിൽക്കുന്നത് ഈ BES സ്കൂളാണ്, നൂറണി. ഇവിടെ 51, 52 നമ്പർ ബൂത്തുകളാണ്. 51 നമ്പർ ബൂത്തിൽ കാര്യമായ തിരക്കില്ല. ഇപ്പോൾ ക്യൂവിൽ തന്നെ ഒരു സ്ത്രീയും മറ്റ് 2 പുരുഷ വോട്ടർമാരും മാത്രമാണ് ഉള്ളത്. ഇവിടെ 52ാമത്തെ ബൂത്തിൽ നേരിയ തോതിൽ തിരക്കുണ്ട്. നേരത്തെ അവിടെയും തിരക്കില്ലായിരുന്നു. ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഈ ബൂത്തിൽ തിരക്ക് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആളുകൾ ക്യൂവിലുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് രാവിലെ കാര്യമായ പോളിങ്ങിനുള്ള തിരക്കുണ്ട്. ഇപ്പോൾ അത്തരമൊരു തിരക്ക് കുറഞ്ഞു വരുന്നു എന്നതാണ് ഈ രാഷ്ട്രീയ മുന്നണികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. സാധാരണ നിലയ്ക്ക് ഒരു 75% പോളിംഗിലേക്ക് എത്തേണ്ടതാണ് പാലക്കാട്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് പോളിംഗ് ശതമാനം കുറയുമോ എന്ന ആശങ്കയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഉപതെരഞ്ഞെടുപ്പിന് എല്ലാ ആളുകളും വോട്ട് ചെയ്യാൻ എത്താനുള്ള സാധ്യത പലയിടത്തും പലരും ദൂരദിക്കുകൾ ജോലി ചെയ്യുന്നവരൊക്കെ ഒരു ദിവസത്തെ അവധിയെടുത്ത് വരുന്നതിനുള്ള അസൗകര്യം മറ്റും കണക്കിലെടുത്ത് അത്തരം ആളുകൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പോളിംഗ് ശതമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ നേരത്തെ അഞ്ച് സൂചിപ്പിച്ച പോലെ മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകൾ സാമാന്യം നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിലാണ് ഒരു 10 മണിക്ക് ശേഷം ഒരു വോട്ടെടുപ്പ് മന്ദഗതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ മുന്നണികളുള്ളത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു നീക്കമാണ് ഈ രീതിയിലാണ് പുരോഗമിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമായ 75.07% എത്താനുള്ള സാധ്യത ഉണ്ടോ, അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതിനെപ്പറ്റി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 65-ന് അപ്പുറത്തേക്ക് കടന്ന ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നാൽ പരമാവധി ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി എല്ലാ മുന്നണികളും നടത്തുന്നുമുണ്ട്. അനുജ, അതാണ് നൂറണി BES സ്കൂളിൽ നിന്നാണ് ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക് ഉള്ളത് പറക്കുന്നം ഗവൺമെന്റ് LP സ്കൂളിൽ ആണ്. 34-35 ബൂത്തിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം എന്നത് പരിശോധിക്കാം. ദീപക്, ഒരാശങ്കയിലേക്ക് മുന്നണികൾ പോകുന്ന കാഴ്ചയാണോ കാണുന്നത് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ? അതായത് ഇപ്പോൾ ചേലക്കരയിൽ കണ്ടത് കൂടാതെ വയനാട്ടിലും നമ്മൾ കണ്ട ആ പാറ്റേൺ ഇവിടെ ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ടോ? അനുജ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഈ സമയത്ത് രേഖപ്പെടുത്തിയതിനേക്കാൾ 10% പോളിംഗിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ സമയം 1:12 ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ 1:12 ആകുമ്പോഴും ഇപ്പോൾ ഔദ്യോഗികമായി വരുന്ന ശതമാന കണക്ക് 38.47 മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ 10%-ലേറെ കുറവ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചണ്ഡമായ പ്രചരണം കൊണ്ടൊന്നും ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ള കണക്കുകളാണ്. ഇത് മുന്നണികൾക്ക് ആശങ്കപ്പെടുത്തുന്ന. പക്ഷേ അതേസമയത്ത് ചിലർക്ക് ആശ്വാസം നൽകുന്നതാണ്. പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് എങ്ങനെയാകും എന്നുള്ള പതിവ് രാഷ്ട്രീയ വിശകലനമുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പോളിംഗിൻ്റെ പാതിയിൽ നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഇവിടുത്തെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ബൂത്തിലെ അവസ്ഥ, അതായത് 34-ാം ബൂത്തിൽ ആകെയുള്ളത് 1249 വോട്ടാണ്. അതിൽ 514 വോട്ട് പോൾ ചെയ്തിരിക്കുന്നു. അതായത് മണ്ഡല ശരാശരിയേക്കാൾ കൂടുതൽ പോളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ ഉള്ളത്. ഇവിടെയുള്ള 2 ബൂത്തുകളിലും പോളിംഗ് ശതമാനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും ക്യൂവിൽ ദൃശ്യങ്ങൾ കാണാം നമുക്ക്. വീട്ടമ്മമാർ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ വലിയ നീണ്ട നിര തന്നെ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ തത്സമയം കാണാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. പക്ഷേ എന്നാൽ മണ്ഡലത്തിലെ പൊതു ശരാശരിയിലേക്ക് പോകുമ്പോൾ അത്
വയനാട്ടിൽ നമ്മൾ കണ്ടതുപോലെ പ്രചണ്ഡമായ പ്രചരണം കൊണ്ടൊന്നും വോട്ടർമാർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കാര്യമായി എത്തുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. അതിൻ്റെ തനിയാവർത്തനം പാലക്കാട് ആവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏതാണ്ട് പാതിയോളം സമയം പിന്നിടുമ്പോൾ ഉള്ള കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ എന്നാൽ ചില ബൂത്തുകളിൽ ഇപ്പോൾ ഉച്ചയോടുകൂടി തിരക്ക് കൂടുന്നു എന്നുള്ള ആശ്വാസകരമായ ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ഏതായാലും ഈ ജനാധിപത്യത്തിൻ്റെ ബീപ് ശബ്ദം വീണ്ടും വീണ്ടും ഉയരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ നിരാശയുടെ കണക്കുകളാണ്, 10% കുറവിൻ്റെ കണക്കുകളാണ് ഈ പാതി സമയം പിന്നിടുമ്പോൾ നമുക്ക് നൽകാനുള്ളത്. അനുജ, അതെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ശതമാനം അത് പാലക്കാട് 39.41 എന്ന തരത്തിലാണ്. നഗരസഭയിൽ 39.85, കണ്ണാടി പഞ്ചായത്തിൽ അതിന് തൊട്ട് താഴെ, അങ്ങനെ ആ തരത്തിലേക്കുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 39.46 കണ്ണാടിയിൽ എന്ന തരത്തിലേക്കാണ്. ഇപ്പോൾ നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് ആദ്യം വന്നിരുന്നത്. എങ്കിൽ ഇപ്പോൾ അത് നഗരസഭയിൽ പോളിംഗ് ശതമാനം മറ്റ് പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരല്പം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. തനേഷ് തമ്പിയിലേക്കാണ്. ഇനി സുൽത്താൻപേട്ട LP സ്കൂളിലാണ് തനേഷ് ഉള്ളത്. തനേഷ്, ഉച്ചയ്ക്ക് സുൽത്താൻപേട്ട LP സ്കൂളിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അവിടെ ആളുകളുടെ വരി ഉണ്ടോ? അനുജ, രാവിലെ മുതൽ തന്നെ ആളുകൾ വളരെ കുറവ് വരുന്ന ഒരു സ്കൂളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 73 നമ്പർ ബൂത്ത്. അത് ഈ ബൂത്തിൽ വളരെ കുറവ് ആളുകൾ മാത്രമാണ് വരുന്നത്. പക്ഷേ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഇവിടെ വോട്ട് ചെയ്യാൻ വരുമെന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിൻ്റെ എതിരെ ഇരട്ട വോട്ട് ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊക്കെ നേരത്തെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാൻ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ തന്നെ LDFൻ്റെ ബൂത്ത് ഏജന്റുമാർ ഒരുപക്ഷെ ഈ ചലഞ്ച് ചെയ്യും. അങ്ങനെയെങ്കിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള തടസ്സവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് നഗരമേഖല. ഇത് നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് സുൽത്താൻപേട്ട സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വളരെ ശുഷ്കമായ ആളുകൾ മാത്രമാണ്. ഒരു തവണ പോലും ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഒരാൾക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. വരുന്ന ആളുകൾക്കൊക്കെ നേരെ അകത്തുപോയി വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുന്ന തരത്തിലാണ് രാവിലെ മുതലുള്ള തിരക്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് വലിയ ആശങ്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. കാരണം കഴിഞ്ഞ തവണ നേരത്തെ ദീപക് ദ്രവണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 50% വോട്ട് രേഖപ്പെടുത്തിയ അവസരത്തിലാണ് ഇപ്പോൾ അത് 40 പോലും ആയിട്ടില്ല എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ തവണത്തെ 75% എന്നുള്ളൊരു നിലയിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഒരുപക്ഷെ ഇത് വോട്ടർമാരുടെ നിസ്സംഗത മാത്രമാണോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ വീടുകളിലൊക്കെ ഇതുവരെ വോട്ട് ചെയ്യാത്ത ആളുകളെ തേടിപ്പോയി അവരെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ വോട്ടിംഗ് ശതമാനം ഇനിയും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തെ ആ ഒരു ആവേശം ഇത്തവണ ഇല്ല എന്നുള്ളത് പ്രകടമാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങൾ, വലിയ വിവാദങ്ങൾ, കൂടുമാറ്റങ്ങൾ, അങ്ങനെ എപ്പോഴും ചർച്ചയിൽ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ചേലക്കരയിലെയും വയനാട്ടിലെയും ഒക്കെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. പാലക്കാടായിരുന്നു പ്രധാന വാർത്താ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ ഒരു ആവേശമോ ആ ഒരു വീറും വാശിയോ ഒന്നും പോളിംഗ് ബൂത്തുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോൾ മുന്നണികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം. കാരണം 6 മണി വരെയാണ് പോളിംഗ് ഉള്ളത്. അതിന് മുൻപ് തന്നെ പരമാവധി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം എല്ലാ മുന്നണി നേതാക്കൾക്കും അല്ലെങ്കിൽ പ്രവർത്തകരും ഏറ്റെടുക്കേണ്ടി വരും. എങ്കിലും ഒരു വലിയ ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും ഉച്ചയോടുകൂടി ഇപ്പോൾ നല്ല കടുത്ത വെയിലാണ് ഈ പരിസരത്താകെയുള്ളത്. അതുകൊണ്ടുകൂടിയാകണം ഇപ്പോൾ ഉച്ചയോട് ആയപ്പോൾ തീരെ ആളില്ലാത്ത അവസ്ഥയാണ്. വിജനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ബൂത്ത് ഉള്ളത്. ഇതുപോലത്തെ ഒട്ടേറെ ബൂത്തുകൾ അതെല്ലാം നഗരകേന്ദ്രങ്ങളിലാണ് എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളെ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതല്ല, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതിനോടുള്ള വിരക്തി കൊണ്ടോ ഒക്കെയാണ് എങ്കിൽ അങ്ങനെ കൂടുതൽ ആളുകൾ വരണമെന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഇനിയിപ്പോൾ ഒരുപക്ഷെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഈ നേരത്തെയുള്ള വോട്ടിംഗ് ശതമാനം മറികടക്കാനുള്ള സാധ്യത പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയും. അനുജ, 1:17 ആകുമ്പോൾ 41.34% എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തവണ 50 കടന്നിരുന്നു ഈ സമയമാകുമ്പോൾ 2021 എന്നുള്ളിടത്താണ് മുന്നണികൾക്ക് ആശങ്ക നിലനിൽക്കുന്നത്.
ഇനി അശ്വിൻ പാലാഴിയിലേക്കാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അശ്വിൻ പാലാഴി ഉള്ളത്. അശ്വിൻ, നഗരസഭയിൽ ഒരല്പം പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നതാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അപ്പോഴും നഗരമേഖലകളിലൊക്കെ പൊതുവെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ ആളുകൾ എത്തുന്നത് കുറവാണ്. തുടക്കത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് കുറഞ്ഞു എന്നതാണ്. ഇനിയിപ്പോൾ വെയിൽ താന്നു കഴിയുമ്പോൾ, ഉച്ച കഴിയുമ്പോൾ അത് കൂടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? കൂടുതൽ പേരെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ എന്താണ് അവിടെ നിലവിൽ മുന്നണികൾ ചെയ്യുന്നത്? അനുജ, ഞാനുള്ളത് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ്. പിരായിരി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ബൂത്താണ് 115, 116, ഒപ്പം 114, അങ്ങനെ 3 ബൂത്തുകളാണ് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലുള്ളത്. രാവിലെ മുതൽ വലിയ തിരക്കുണ്ടായിരുന്നൊരു ബൂത്താണ്. ഇപ്പോൾ ഉച്ച സമയമായപ്പോൾ, ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകളുടെ കുറവ് സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട്. അത് ഉച്ച കഴിഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്ക്, പകലുണ്ടായിരുന്ന അതേ ഒരു തിരക്കിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 1251 വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത്. അതിൽ 500-ന് മുകളിൽ ആളുകൾ ഇതിനോടകം വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അതായത് പകുതിയോട് അടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പല ബൂത്തുകളിലും, ഈ പിരായിരി പഞ്ചായത്തിലെ പല ബൂത്തുകളിലും ഇങ്ങനെ തിരക്ക് സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർ സന്ദീപ് സിയാണ്. സാറേ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ പോളിംഗ് ശതമാനം? മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ 1 മണി വരെയുള്ള പോളിംഗ് നല്ല കൂടുതൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 700 സംതിങ് ആണ് ഈ ബൂത്തിൽ. 1251 പേരിൽ 700 സംതിങ് പേരാണ് ഇവിടെ വോട്ട് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ ഈ 1 മണി വരെയ്ക്ക് തന്നെ നമുക്ക് 500-ന് മുകളിൽ ആയിട്ടുണ്ട്. 1 മണി വരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് 493. ഈ 41 മെയിലും 252 ഫീമെയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ മിഷന് എന്തെങ്കിലും ലേറ്റ് ആവുന്നൊരു പരാതി? കുഴപ്പമില്ല. ഇവിടെ കൃത്യം 7 മണിക്ക് തന്നെ നമ്മുടെ പോളിംഗ് കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ വളരെ കൃത്യതയോടെ വന്ന് യാതൊരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ പോളിംഗ് ഭക്ഷണം കഴിച്ചാൽ? കഴിച്ചു. അനുജ, അങ്ങനെയാണ്. കൃത്യമായി തന്നെ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇവിടുത്തെ പോളിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നിലുള്ള 116-ാം നമ്പർ ബൂത്തിൽ രാവിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വോട്ടിംഗ് മെഷീനുമൊക്കെയായി ബന്ധപ്പെട്ട്. അതും പരിഹരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചെറിയ തോതിൽ ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. അത് ഉച്ച കഴിഞ്ഞ് വീണ്ടും പഴയ രീതിയിലേക്കാകുമെന്നുള്ളതാണ് അനുജ കരുതുന്നത്. അതാണ് അശ്വിൻ പാലാഴി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. ഇനി പോകുന്ന വിപിൻ സി വിജയനിലേക്ക്. വിപിൻ ഉള്ളത് ബംഗ്ലാവ് സ്കൂളിലാണ്. വിപിൻ, മാത്തൂർ പഞ്ചായത്തിലാണ് ഇതുള്ളത്. മാത്തൂർ എന്നുള്ളത് നമുക്കറിയുന്നത് പോലെ CPIM-ന് മേൽക്കൈയുള്ള ഇടമാണ്. കഴിഞ്ഞ തവണ ഒരു നേരിയ ഭൂരിപക്ഷം അവിടെ CPIM-ന് ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇത്തവണ പോളിംഗ് ശതമാനം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്തൂരിൽ മറ്റ് 2 പഞ്ചായത്തുകളെ, കണ്ണാടിയേക്കാളും പിരായിരേക്കാളും ഒരൊപ്പം കുറവാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. CPIM-ന് ആശങ്കയുണ്ടോ? ഇനി ഉച്ച കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണോ? അതെ, ഇപ്പോൾ നല്ല വെയിലാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിനുള്ളൊരു സ്ക്വാഡ് പ്രവർത്തനം ഇപ്പോൾ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്ത് നടക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ മാത്തൂര് LDF-നൊപ്പം UDF-ഉം ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം 2021-ൽ 3-ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ പോലും ഒരു ലീഡ് LDF-ന് നൽകിയ ഒരു സ്ഥലം ഒന്ന് മാത്തൂരാണ്. അപ്പോൾ അത് ഇപ്രാവശ്യവും അതുപോലെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു വിജയത്തിലേക്ക് ഉണ്ടാകാം. അത് മാത്തൂരിനൊരു സഹായമാകും എന്നുള്ളത് തന്നെയാണ് LDF-ന്റെ ക്യാമ്പ് കരുതുന്നത്. അതിന് പരമാവധി ആളുകളെ രാവിലെ തന്നെ എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് 139, 138 ബൂത്തുകളാണ്. ഇത് ബംഗ്ലാവ് സ്കൂളിലുള്ള 2 ബൂത്തുകളാണ്. ഈ 2-ലും ഇപ്പോൾ ഒരാൾ പോലും ഇല്ല വോട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. വളരെ ഇപ്പോൾ 2 പേർ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് ആളുകളാണ്, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തുന്നത്. കാരണം 10 മണി ആയപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഇവിടെ പോളിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ 138-ാമത്തെ ബൂത്തിൽ 1100 പേരാണ് ഉള്ളത്. അതിൽ 600 പേർ ഇതിനോടകം തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. 139-ലേക്ക് വരുമ്പോഴും 50%-ലേറെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ജോലിക്കൊക്കെ പോയവരുണ്ട്. ഇവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ കർഷകരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൂടുതൽ ആളുകളെ എത്തിക്കാം എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഉച്ച സമയത്തെ ഒരു മന്ദഗതിയിലായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വിശകലനമുള്ളത്. പക്ഷേ വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞാൽ അത് ആരെ ബാധിക്കും എന്നുള്ളതാണ്. LDF-നെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ മാത്തൂരും കണ്ണാടിയും തന്നെയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന നേരിയ വോട്ടിംഗ് ശതമാനം അത് കൂട്ടുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം ഈ ഉച്ചയോടെ ആകുമ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 10 മണിവരെ നഗരത്തെ സംബന്ധിച്ച ഗ്രാമമേഖലയിൽ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലാണെങ്കിൽ പോലും കുറവ് വന്നിരിക്കുന്നത്. എന്നാൽ 141, 142 തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. അവർ ഇപ്പോഴും ക്യൂവിലാണ്. ഈ ക്യൂ ഇതുപോലെ തന്നെ നിൽക്കാൻ മറ്റൊരു കാരണമുള്ളത് ഓപ്പൺ വോട്ടുകളും അതുപോലെ തന്നെ പ്രായമായ ആളുകളുടെ
ആളുകളുടെ വോട്ടും വരുന്നുണ്ട്. അപ്പോൾ അവർ അകത്ത് കയറി അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതുകൊണ്ട് തന്നെ ക്യൂ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ക്യൂ വലിയ രീതിയിലുള്ളൊരു മൂവ് പല സ്ഥലങ്ങളിലും കാണുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ക്യൂ അതുപോലെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബൂത്തുകളിൽ 141-ലും 42-ലും ആളുകളുണ്ട്. അവർ പതുക്കെയാണെങ്കിൽ പോലും മന്ദഗതിയിലാണ് എങ്കിൽ പോലും വോട്ടിംഗ് നടക്കുന്നു. 138-ലും 130-ലുമാണ് ഇവിടെ ആളുകളില്ലാത്തത്. ഉച്ചയ്ക്ക് ശേഷം പരമാവധി ആളുകളെ എത്തിക്കുന്നതിനുള്ള സ്ക്വാഡ് വർക്ക് 3 രാഷ്ട്രീയ മുന്നണികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അനുജ, അതാണ് 41.34 എന്നുള്ളതാണ് നിലവിലെ പോളിംഗ് ശതമാനം. പക്ഷേ ഇത് കഴിഞ്ഞ തവണ 2021 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 10% ഒക്കെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് മുന്നണികൾക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പേർ ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ നിലവിലുള്ളത്. അതിൽ ചിലയിടങ്ങളിലൊക്കെ മെഷീൻ തകരാറ്, EVM മെഷീൻ്റെ തകരാറൊക്കെ പോളിംഗിനെ മന്ദഗതിയിൽ ആക്കിയിട്ടുണ്ട്. പക്ഷേ പലയിടത്തും ഈ സമയത്ത് അവിടെ ആളുകൾ എത്തുന്നില്ല. മറ്റൊന്ന്, രാവിലെയൊക്കെ കണ്ട കാഴ്ച നഗരമേഖലകളിൽ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അത് മന്ദഗതിയിലേക്കാകുന്നതാണ്. എന്നാൽ ഗ്രാമീണ മേഖലകൾ കുറച്ചുകൂടി ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്.